ചൈതന്യ മഹാപ്രഭു പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്നത് ഹരിനാമ സങ്കീർത്തനം, ശ്രീകൃഷ്ണ സങ്കീർത്തനം, ഭഗവാൻ കൃഷ്ണന്റെ നാമ ജപത്തോടു കൂടിയുള്ള സങ്കീർത്തനം. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കുക. കൂട്ടത്തോടുകൂടിയുള്ള കീർത്തനം, സങ്കീർത്തനം. ഇതാണ് കലിയുഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമ കാര്യം. എത്ര വലിയ ഹോമം ചെയ്താലും ഹരിനാമ സങ്കീർത്തനത്തിന്റെ അടുത്ത് പോലും എത്തത്തില്ല. എത്ര വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹോമം ചെയ്താലും, കിലോ കണക്കിന് ടൺ കണക്കിന് നെയ്യ് കോരി ഒഴിച്ചാലും, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പശുവിൽ നിന്നെടുത്ത ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നെയ്യ് കോടാനുകോടി വർഷങ്ങൾ തുടർച്ചയായിട്ട് മുടങ്ങാതെ അഖണ്ഡ യജ്ഞം ചെയ്താലും 1 മണിക്കൂർ ചെയ്യുന്ന ഹരിനാമ സങ്കീർത്തനത്തിന്റെ അടുത്ത് പോലും എത്തത്തില്ല. അതാണ് ഹരിനാമ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന്റെ അടുത്ത് എത്തത്തില്ല ഒരു യജ്ഞവും ഒരു തപസ്യം. ഹിമാലയത്തിൽ പോയി വസ്ത്രം ഇല്ലാതെ, ഭക്ഷണം ഇല്ലാതെ, ഉറക്കം ഇല്ലാതെ, ശ്വാസത്തെ പോലും പിടിച്ചു നിർത്തി കോടാനുകോടി വർഷം തപസ് ചെയ്താലും ഭക്ത കൂട്ടായ്മയിലിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന്റെ ഒരു അംശം പോലും എത്തത്തില്ല ആ തപസ്യ. അതുകൊണ്ട് കലിയുഗത്തിൽ ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ, ഹരിനാമ സങ്കീർത്തനം. ബാക്കി എന്തൊക്കെ ചെയ്താലും ഇത് ചെയ്തില്ലെങ്കിൽ ജീവിതം വെറുതെ ജീവിക്കാം, പുഴുക്കളെ പോലെ ജീവിക്കാം. ഹരിനാമ സങ്കീർത്തനത്തിൽ ഭക്ത കൂട്ടായ്മയിൽ ഇരുന്ന് ഭഗവാന്റെ തിരുനാമം നാവ് കൊണ്ട് ഉച്ചരിച്ചില്ല എങ്കിൽ അവരുടെ ജീവിതം വെറുതെയാണ്. പുഴുവിനെ പോലെ ജീവിക്കുകയാണ് അവർ. മലത്തിൽ ജീവിക്കുന്ന പുഴുക്കളാണ് അവർ. അവരെ കൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനമില്ല. എത്ര ഉയർന്ന കുലമാണെങ്കിലും, അവർ എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ഹരിനാമ സങ്കീർത്തനം ഇല്ല എങ്കിൽ അവരുടെ ജീവിതം വെറുതെയാണ്. അവർക്ക് ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെയല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ മോക്ഷം ലഭിക്കണമെങ്കിൽ, മോക്ഷം എന്നാൽ പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ, ആത്മാർത്ഥമായിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ഹരിനാമ സങ്കീർത്തനം ചെയ്യുക, ഭക്ത കൂട്ടായ്മയിൽ നിന്ന് ഭഗവാന്റെ നാമം ജപിക്കുക.